ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എഡ്യൂപോർട്ടിൻ്റെ 5ാം ക്ലാസ്സിൻ്റെ പ്രഡിക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊക്കെ തലപകൊഞ്ചിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത എന്നൊക്കെ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ചെറുതായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക എക്സാമിന് വരാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്. ആദ്യം സഹ ശബ്ദം വെച്ച് എഴുതാനുള്ള ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. സഹ ഉപയോഗിച്ച് എഴുതുമ്പോൾ എങ്ങനെയാണ്? തൃതീയ വിഭക്തിയിലാണ് സഹ വരുമ്പോൾ നമ്മൾ എഴുതേണ്ടത്. ബാലഹ മിത്രേണ സഹ ഗച്ഛതി, രാമഹ അല്ലെങ്കിൽ സീത രാമേണ സഹ ഗച്ഛതി. ഓക്കെ, അങ്ങനെ സഹ വരുമ്പോൾ ഇയാളുടെ കൂടെ എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോൾ ആണ് ഈ സഹ വരിക, ഒരാളുടെ നമ്മൾ കൂടെ പോകുമ്പോൾ. അപ്പോൾ സഹ എന്ന ശബ്ദം വരുമ്പോൾ നമ്മൾ തൃതീയ വിഭക്തിയിലാണ് അത് മാറ്റി എഴുതേണ്ടത്. ഇത്തരത്തിലുള്ള ചോദ്യം. അതേപോലെ അടുത്തൊരു ചോദ്യം ഏതാണ്? യഥാ തഥാ ഉപയോഗിച്ച് എഴുതേണ്ട ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വരും. യഥാ തഥാ, യഥാ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴാണോ, തഥാ അപ്പോൾ. യഥാ ദീപഃ ജ്വലതി തഥാ അന്ധകാരഃ നശ്യതി. എപ്പോഴാണോ ദീപം ജ്വലിക്കുന്നത് അപ്പോൾ അന്ധകാരം നശിക്കുന്നു. യഥാ ബുഭുക്ഷ അസ്തി തഥാ ഭോജനം കരോതി. എപ്പോഴാണോ വിശക്കുന്നത് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഇത്തരത്തിൽ യഥാ തഥാ ഉപയോഗിച്ചിട്ടുള്ള ചോദ്യം പരീക്ഷയ്ക്ക് വരും, ഉറപ്പാണ്. പിന്നെന്താണ് അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്? പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകത എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു പാരഗ്രാഫ് എഴുതാൻ വരും, അല്ലെങ്കിൽ ചെറിയ ടിപ്പണി. പാരഗ്രാഫ് അല്ല, ഒരു ലഘു ടിപ്പണി പോലെ എഴുതാൻ ചോദിക്കും. പ്രകൃതി അസ്മാകം മാതാ, പ്രകൃതി നമ്മളുടെ മാതാവാണ്. സാ സംരക്ഷണീയ, പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം. പ്രകൃതി സംരക്ഷണായ വൃക്ഷരോപണം കരണീയം, പ്രകൃതി സംരക്ഷണത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചെടികൾ നടണം, വൃക്ഷങ്ങൾ നടണം. പ്രകൃതി വിഭവാനാം മിതോപയോഗ കരണീയ, പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം മിതമായ ഉപയോഗം ചെയ്യണം. പ്രകൃതി മലിനീകരണം നിവാരണീയം, പ്രകൃതി മലിനീകരണത്തെ നമ്മൾ ഒഴിവാക്കണം. പ്ലാസ്റ്റിക് വസ്തുനി യഥായോഗ്യം സംസ്കരണീയാനി, പ്ലാസ്റ്റിക് വസ്തുക്കൾ യഥായോഗ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സംസ്കരിക്കണം. പ്രകൃതി ചൂഷണം കഥാപിന കരണീയം, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒരിക്കലും എന്ത് ചെയ്യരുത് എന്നർത്ഥം. അപ്പോൾ ഇത്തരത്തിൽ പ്രകൃതി സംരക്ഷണ വിഷയത്തെ ആസ്പദമാക്കിയിട്ട് ഒരു പാരഗ്രാഫ് തരാം. ഇനി അതല്ലെങ്കിൽ പാരഗ്രാഫ് തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ശ്ലോകം തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു സംഭാഷണം തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇങ്ങനെ ഏത് തരത്തിലും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ മക്കളെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഏതാണ്? ധാതുരൂപവും അതേപോലെ ശബ്ദരൂപങ്ങളുമാണ്. അതേപോലെ ധാതുവിൻ്റെ ലട്ട് ലങ് രൂപങ്ങൾ പഠിച്ചിരിക്കുക. ഇപ്പോൾ അഠതി, എന്താ പറയുക, അടതഹ അഠന്തി, അടസി അടഥഹ, അടഥ അഠാമി അഠാവഹ അഠാമ. ഇത്തരത്തിൽ പഠതി പടതഹ പഠന്തി, പടസി പടതഹ പടഥ, പഠാമി പഠാവഹ പഠാമ. ഇത്തരത്തിൽ എന്താ പറയുക പടധാതുവിൻ്റെ പഠിക്കാം. ഇനി അതേപോലെ എന്താണ് ലങ് ലകാരത്തിൽ പടതിയിലെ ലങ് ലകാരം എന്താണ്? അപഠത് അപഠതാം അപഠൻ, അപഠഹ അപഠതം അപഠത, അപഠം അപഠാവ അപഠാം. അതിൽ നിങ്ങൾ പ്രഥമ പുരുഷൻ മാത്രം പഠിച്ചാൽ മതി. പഠതി അപഠത്, ഗച്ഛതി അഗച്ഛത്, ലിഖതി അലിഖത്. അപ്പം ഇത്തരത്തിൽ എന്താണ് നമ്മൾ ലകാര പരിവർത്തനം എന്നൊരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കണം പരീക്ഷയ്ക്ക്. ചിലപ്പോൾ ലട്ടിന് തന്നിട്ട് ലങ്ങിലേക്ക് മാറ്റാൻ പറയാം, അല്ലെങ്കിൽ ലങ്ങിൽ തന്നിട്ട് ലട്ടിലേക്ക് മാറ്റാൻ പറയാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ അടുത്തത് ഒരു കാര്യം കൂടി നോക്കി വെച്ചിരിക്കേണ്ടത് ശബ്ദരൂപങ്ങളാണ്. ഈ നപുംസകലിംഗ ശബ്ദം, പുല്ലിംഗ ശബ്ദം, സ്ത്രീലിംഗ ശബ്ദം, അകാരാന്ത പുല്ലിംഗം, ഇകാരാന്ത പുല്ലിംഗം, ഇപ്പോൾ ഉകാരാന്ത പുല്ലിംഗം. ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ നിങ്ങളുടെ ഓരോ ചാപ്റ്ററിൻ്റെ ബാക്കിലും ഇത്തരത്തിൽ ശബ്ദരൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ശബ്ദരൂപങ്ങളൊക്കെ നിർബന്ധമായിട്ട് പഠിക്കുക. ഇപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് അകാരാന്ത നപുംസകലിംഗ മിത്രശബ്ദ മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം മിത്രശബ്ദം മാത്രം പഠിച്ചാൽ മതി എന്നല്ല. എന്താണ് ശബ്ദരൂപങ്ങൾ നമ്മളെല്ലാം തന്നെ എന്ത് ചെയ്യേണ്ടതാണ്? പഠിക്കേണ്ടതാണ്. ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ള ശബ്ദരൂപങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, വെറുതെ സ്ഥലം തികയാൻ വേണ്ടി തന്നതല്ല. അപ്പോൾ നിർബന്ധമായിട്ടും ശബ്ദരൂപങ്ങളും അതേപോലെ ധാതുരൂപങ്ങളും എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ പിക്ചർ തന്നിട്ട് ആ പിക്ചറിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ അതേപോലെ ടെക്സ്റ്റ് ബുക്കിലുള്ള സന്ധി വിച്ഛേദം, പദം ഉണ്ടല്ലോ പിരിച്ചെഴുതുക, അതേപോലെ പദം ചേർത്ത് എഴുതുക, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നമ്മുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം മക്കളെ നല്ലപോലെ പഠിച്ച് ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിച്ച് പരീക്ഷ നല്ലപോലെ എഴുതുക. എല്ലാവർക്കും A+ തന്നെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സി യു, നമസ്തേ.